വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 11 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലെ ശ്ലോകങ്ങളുടെ താത്വികമായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. 11-ാം അധ്യായം വിഭൂതി യോഗത്തിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ പരമാത്മ ചൈതന്യമല്ലാതെ മറ്റൊന്നും തന്നെയില്ല എന്നും എല്ലാം ഭഗവാന്റെ വിഭൂതികളാണ് എന്നും അർജുനന് മനസ്സിലാക്കി കൊടുത്തു. പ്രപഞ്ചം മുഴുവനും ഏകനായ പരമാത്മാവിൽ നിലകൊള്ളുന്നത് കാണണമെന്ന് ആഗ്രഹിച്ച അർജുനന് ദിവ്യദൃഷ്ടിയിലൂടെ വിശ്വരൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഉഗ്രമായതും ശാന്തമായതും ചരവും അചരവുമായ സമസ്ത വസ്തുക്കളും ഒരേ പരബ്രഹ്മ ചൈതന്യത്തിൽ നിലനിൽക്കുന്നത് കണ്ട് അർജുനൻ ആനന്ദിച്ച് ഭഗവാനെ സ്തുതിച്ചു. തുടർന്ന് പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങാൻ തയ്യാറായി നിൽക്കുന്ന വിശ്വരൂപത്തിലെ ഭയാനകമായ കാഴ്ചകളും വസ്തുക്കളും കണ്ട് അർജുനന് ഭയം തോന്നി. തനിക്ക് ശാന്തസ്വരൂപനായ മഹാവിഷ്ണു സ്വരൂപം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാൻ മഹാവിഷ്ണു സ്വരൂപവും പാർത്ഥസാരഥി രൂപവും അർജുനന് വീണ്ടും കാണിച്ചു കൊടുത്തു. അർജുനൻ ഭക്തി ആനന്ദത്താൽ പരവശനായി. തൻ്റെ സാരഥിയായ കൃഷ്ണൻ പരമാത്മാവ് തന്നെയാണെന്നുള്ള അറിവ് അർജുനന് ലഭിച്ചു. തുടർന്ന് 12-ാം അധ്യായത്തിൽ ഭക്തിയുടെ മഹിമയും ഭക്തി നേടേണ്ട വിധവും വിവരിക്കുന്നു. മനസ്സിനെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് പിന്തിരിച്ച് ഉള്ളിലെ ഇഷ്ടദേവതാരൂപത്തിൽ ഉറപ്പിക്കണം. ഒരു ഇഷ്ടദേവതാരൂപത്തെ ധ്യാനിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആരാധന ചെയ്യണം. അതിന് കണ്ണുകൊണ്ട് ഭഗവാനെ കാണണം, കാതുകൊണ്ട് ഭഗവത്ഗീതങ്ങൾ കേൾക്കണം, നാവുകൊണ്ട് ഭഗവൻ നാമം കീർത്തിക്കണം. ഇങ്ങനെയായാൽ ഇന്ദ്രിയങ്ങൾ പതുക്കെ ഭഗവാനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. മനസ്സ് ഭഗവാനുമായി അടുക്കും തോറും നമുക്ക് ലൗകിക വിഷയങ്ങളിലെ ആഗ്രഹങ്ങൾ കുറഞ്ഞ് ഞാനും എൻ്റേതും എന്ന ഭാവങ്ങൾ ഇല്ലാതെയായി മനസ്സ് ഈശ്വരനിൽ അടുക്കും. തുടർന്ന് ഇഷ്ടദേവനുമായി അടുക്കുകയും ലൗകിക വിഷയങ്ങളിൽ നിന്നുള്ള സുഖം, ദുഃഖം മുതലായ വികാരങ്ങൾ കുറഞ്ഞ് സമചിത്തതയോടെ ജീവിക്കാൻ സാധിക്കും. ഈ ഭക്തിയോഗത്തിലെത്തിയ ഭക്തന് ഭഗവാൻ ക്ഷേത്രജ്ഞ യോഗത്തിലൂടെ ആത്മതത്വം വിവരിച്ചു നൽകുന്നു. ശരീരം പഞ്ചഭൂതാത്മകമാണ്. മനസ്സുൾപ്പെടെ 11 ഇന്ദ്രിയങ്ങൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന ഇന്ദ്രിയ വിഷയങ്ങൾ, ഇവയിൽ നിന്നുണ്ടാകുന്ന സുഖം, ദുഃഖം മുതലായ വികാരങ്ങൾ, ഇവ ചേർന്ന ശരീരമാണ് ക്ഷേത്രം. ഇതിനുള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യം ക്ഷേത്രജ്ഞൻ എന്നറിയപ്പെടുന്നു. ഈ ശരീരത്തിലിരുന്നു കൊണ്ട് സഗുണ ഭക്തി വഴി ഭക്തി യോഗത്തിലെത്തിയാൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അനാദിയായ പരബ്രഹ്മത്തെ അറിയാൻ സാധിക്കും. ഈ പരമാത്മ ചൈതന്യം എല്ലാവരുടെ ഹൃദയത്തിലും പ്രകാശിക്കുന്നു എന്നും അറിയണം. ശരീരം നശിക്കുമ്പോൾ നശിക്കാത്ത ചൈതന്യമാണ് പുരുഷൻ. ഭഗവാൻ നമുക്ക് പ്രകൃതിയിലൂടെ നൽകുന്ന ത്രിഗുണങ്ങളാണ് സത്വരജതമോ ഗുണം. ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് ജീവാത്മാവ് ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിക്കുന്നത്. ത്രിഗുണങ്ങൾ നിത്യനായ ആത്മാവിനെ കർമ്മങ്ങളിൽ ബന്ധിപ്പിക്കുന്നു. സത്വഗുണം സത്കർമ്മങ്ങൾ കൊണ്ട് നന്മയിലോട്ടും, രജോ തമോ ഗുണങ്ങൾ രാഗദ്വേഷങ്ങളോടുകൂടിയ കർമ്മങ്ങൾ കൊണ്ടും അജ്ഞത കൊണ്ടും നാശത്തിലോട്ടും നയിക്കുന്നു. എല്ലാ കർമ്മങ്ങളുടെയും കർത്താവ് ത്രിഗുണങ്ങളാണ്. ആത്മാവ് സാക്ഷി മാത്രമായി നിലകൊള്ളുന്നു. ജീവാത്മാവ് ശരീരത്തിൽ വസിക്കുമ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികളുമായുള്ള തുടർച്ചയായ ബന്ധം കാരണം അവയിൽ നിന്നുണ്ടാകുന്ന സുഖദുഃഖങ്ങളെയും വികാരങ്ങളെയും അനുഭവങ്ങളെയും സ്വയം ഏറ്റെടുക്കുന്നു. ഈ വികാരങ്ങളും കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന വികാരങ്ങളും അനുഭവങ്ങളെയും വാസനകൾ എന്നും സൂക്ഷ്മശരീരം എന്നും പറയുന്നു. പരമാത്മാവിൻ്റെ അംശമായ ജീവാത്മാവ് ശരീരം വിടുമ്പോൾ ഈ സൂക്ഷ്മശരീരമാകുന്ന വാസനകളെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇതിനനുസരിച്ച് അടുത്ത ശരീരം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇന്ദ്രിയ മനോബുദ്ധികളെ അവയുടെ അനുഭവങ്ങളെയും സൂക്ഷ്മ ശരീരമായി
ജീവാത്മാവ് കൊണ്ട് നടക്കുന്നു. കർമാവസാനത്തിൽ ശുദ്ധനായ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. ഇതാണ് കർമ്മഗതി. തുടർന്ന് 3 വിധ പുരുഷന്മാരെക്കുറിച്ച് ഭഗവാൻ പറയുന്നു. ശരീരത്തെ ക്ഷരപുരുഷനെന്നും ജീവാത്മാവിനെ അക്ഷരപുരുഷനെന്നും പരമാത്മാവിനെ ഉത്തമ പുരുഷനെന്നും പറയും. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതും എന്നാൽ ഓരോരുത്തരുടെ ഹൃദയത്തിലും പ്രകാശിക്കുന്നതുമാണ് പരമാത്മാവ്. ഈ അറിവ് ദൈവീ സമ്പത്തുള്ളവർക്ക്, അതായത് സത്വഗുണം കൊണ്ട് ആത്മജ്ഞാനം നേടിയവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് ശ്രദ്ധാത്രയ വിഭാഗത്തിൽ സാത്വികി ശ്രദ്ധയോടെ കർമ്മങ്ങൾ ചെയ്ത് എല്ലാവരെയും സമഭാവനയോടെ കാണാനും ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു. സദായജ്ഞഭാവത്തിൽ കർമ്മഫലങ്ങളെ സന്യസിച്ച് കർമ്മത്തിൽ ഒട്ടലില്ലാതെ ഓം തത്സത് ബ്രഹ്മാർപ്പണം എന്ന മന്ത്രത്തോടെ നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവത് പാദത്തിൽ സമർപ്പിക്കണം. വെവ്വേറെ കാണപ്പെടുന്ന വസ്തുക്കളിലെല്ലാം ഒരിക്കലും നശിക്കാത്ത നിത്യസത്യ വസ്തുവാണ് ഈശ്വരൻ. ഇതാണ് ഓം തത്സത് എന്ന ഉച്ചാരണത്തിൻ്റെ അർത്ഥം. ശരീരം കൊണ്ട് നാം ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളെയും ഈശ്വരാർപ്പണമായി മനോബുദ്ധികൾ ശുദ്ധമായി ആത്മോന്നതി ലഭിച്ച് പരമാത്മപ്രാപ്തിയിൽ എത്താം. ഈ ലക്ഷ്യത്തോടെ പൂർണ്ണമായും ഭഗവാനെ ആശ്രയിച്ചു കൊണ്ടുവേണം കർമ്മങ്ങൾ ചെയ്യാൻ. ഈശ്വര കാരുണ്യം കൊണ്ട് സനാതനവും ശാശ്വതവുമായ പരമപദപ്രാപ്തിയിൽ എത്താൻ സാധിക്കും. ഭഗവത് സമർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് മുക്തി. ഹൃദയം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് മനോബുദ്ധി ഇന്ദ്രിയങ്ങളാൽ ലോകനന്മയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യണം. ഇതാണ് ദിവ്യമായ ഗീതാ സന്ദേശം. നമുക്ക് ഗീതോപദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാം. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മെയും ആത്മോന്നതി നൽകി ധാർമ്മികമായ പാതയിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ ഭഗവത്ഗീത എന്ന ഗീതോപദേശങ്ങൾ പൂർണ്ണമാകുന്നു. അടുത്തതും അവസാനത്തതുമായ എപ്പിസോഡിലൂടെ നമുക്ക് ഈ ദിവ്യമായ ഗീതോപദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് മനസ്സിലാക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.